പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ്. 6 വർഷം നീണ്ട സുപ്രീം കോടതിയിലെ സേവനകാലത്തിനിടയിൽ 1000-ലേറെ വിധിന്യായങ്ങൾ എഴുതിച്ചേർത്ത 10 പേരിൽ ഒരാൾ. ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നീതിയുടെ കാവലാളായി പ്രവർത്തിച്ച ഇദ്ദേഹം തന്നെ വഴി നടത്തുന്ന ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുന്നു. ഏറെ സ്നേഹം നിറഞ്ഞ കുര്യൻ ജോസഫ് സാറിന് ഹൃദയപൂർവമായ സ്വാഗതം. സാർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മാതാവിൻ്റെ 18 സുഹൃത്തുക്കളിൽ 2 സാറ് പങ്കുവച്ചത്. ആഴമായ മൗനവും അഗാധമായ എളിമയും. 3-ാമത്തത് അനിശ്ചിതമായ വിശ്വാസം. അനിശ്ചിതമായ വിശ്വാസത്തെക്കുറിച്ച് ഷെയർ ചെയ്യാം. സാർ, ഈ അനിശ്ചിതം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? അനിശ്ചിതമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇടമുറിയുന്നില്ല. നമ്മൾ ഈ കറണ്ട് തന്നെ, ഈ കറണ്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നാൽ മാത്രമേ ലൈറ്റ് കിട്ടുള്ളൂ. കറണ്ട് പോയി നമ്മൾ പറഞ്ഞാൽ എന്താ? കട്ടായിപ്പോയി പോയി. ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിഗ്നൽ പോയി, കട്ടായിപ്പോയി. അപ്പം ഈ കണക്ഷനിൽ ഇരിക്കുക എന്നുള്ളതാണ്, നിരന്തരമായ കണക്ഷനിലിരിക്കുക. ഒരിക്കൽ പോലും ഇപ്പൊ ശാലോമണ്ട തന്നെ 24/7 അല്ല ഉണ്ടാണ്, 24/7 മുഴുവൻ സമയം കണക്ഷനില്ല. പ്രക്ഷേപണം എന്നും ഒരു വിശ്രമമില്ല, ഒരു ഇടവേളയില്ല, ഒന്നുമില്ല. വിടാതെ അനുസ്യൂതം, കംപ്ലീറ്റ് ടൈം ഒരേപോലെ ഇൻ കോണ്ടാക്ട് ആൻഡ് ഇൻ കണക്ഷൻ. അത് അനുസ്യൂതമായിട്ട്. അപ്പം ദൈവം എന്നെ സൃഷ്ടിച്ചു, ദൈവം എന്നെ സൃഷ്ടിച്ചിട്ട് നീതിയാൽ എന്നെ പരിപാലിക്കുന്നു, നീതിപൂർവം എന്നെ വിധിച്ചു, പക്ഷെ കരുണയാൽ എന്നെ വീണ്ടെടുത്തു, എന്നിട്ട് എന്നെ സ്നേഹത്തോടെ പരിപാലിക്കുന്നു. ഇതാണ് ശരിയായത്. സൃഷ്ടിച്ചു, എന്നെ നീതിയാൽ വിധിച്ചു, കരുണയോടെ വീണ്ടെടുത്തു, സ്നേഹത്തോടെ എന്നെ പരിപാലിക്കുന്നു. ഇതാണ് വിശ്വാസത്തിന്റെ ഒരു ആകത്തുക അല്ലേ? എന്നിട്ട് ആ യേശു ഇനി വീണ്ടും വരും എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി. വചനഭാഗത്ത് വായിക്കുന്നുണ്ട്, പോയതുപോലെ തന്നെ വാനമേഘങ്ങളിൽ എടുക്കപ്പെട്ടതുപോലെ തന്നെ വാനമേഘങ്ങളിൽ വരുന്നതാണ്. അല്ലാതെ ഇനിയൊരു ജനനത്തിലല്ല വരുന്നത്. ഇനിയൊരു ജനനമില്ല. ഒട്ടേറെ അബദ്ധ പഠനങ്ങൾ പലർക്കും കാണുന്നുണ്ട്. വീണ്ടും ജനിക്കാൻ പോകുന്നു. ഈ ദൈവം ഒരിക്കലും ജനിക്കേണ്ട ആവശ്യമില്ല. കാരണം മനുഷ്യൻ മൂലം വന്ന പാപത്തിന് മനുഷ്യനായി ഒരിക്കൽ പിറന്ന് ആ മനുഷ്യന്റെ പാണ്ഡ്യപീഡകൾ സഹിച്ച് മരിച്ചതിന് ഓടുകൂടി ആ പാപത്തിന്റെ പരിഹാരം തീർന്നു. ഇനിയൊരു പരിഹാരത്തിന്റെ ആവശ്യമില്ല, ഒരു പരിഹാര ബലിയുടെ ആവശ്യമില്ല. യേശുവിന്റെ ഏക പാപ പരിഹാര ബലിയോടുകൂടി മനുഷ്യകുലത്തിന്റെ പാപങ്ങളുടെ പരിഹാരം തീർന്നു. ഒരാവശ്യമില്ല. കാരണം ഒരു മനുഷ്യൻ മൂലം പാപം ഉണ്ടായി, ഒരു മനുഷ്യൻ മൂലം രക്ഷയുണ്ടായി. ആ പാപത്തിന്റെ പരിഹാരം തീർന്നു. അപ്പൊ ഇനി ആ പാപത്തിന് പരിഹാരം ചെയ്യാൻ വീണ്ടും ഒരു ആവശ്യമില്ല. പിന്നീട് വന്ന പാപങ്ങൾ മനുഷ്യൻ ചെയ്ത പാപങ്ങളാണ്. ദൈവത്തെ മറന്നിട്ട് മനുഷ്യൻ ചെയ്ത പാപങ്ങളാണ്. അപ്പൊ ദൈവത്തെ മറന്നിട്ട് ദൈവത്തിന്റെ മക്കളായിട്ടുള്ള മനുഷ്യർ ചെയ്ത പാപങ്ങൾക്ക് ഇനി മനുഷ്യനാ പരിഹാരം ചെയ്യുന്നത്. നേരത്തെ ഉള്ളത് ദൈവത്തെ തിരസ്കരിച്ചിട്ട് ദൈവത്തെ പോലെ ആകാൻ വേണ്ടിട്ട് നടത്തിയ ഒരു പാപമാണ് ആദ്യത്തെ പാപം. മനുഷ്യന്റെ ആദ്യത്തെ പാപം, അനുസരണക്കേടിന്റെ പാപം, അല്ലെങ്കിൽ ദൈവത്തെ പോലെ ആകാൻ വേണ്ടിയിട്ടുള്ള പാപം, അല്ലെങ്കിൽ ധിക്കാരത്തിന്റെ പാപം, എന്തെല്ലാം അർത്ഥത്തിൽ പറയും. ആ പാപം മൂലമാണ് മനുഷ്യന് പിന്നീടുണ്ടായ എല്ലാ മനുഷ്യർക്കും ഉണ്ടായ ജന്മപാപം എന്ന് പറയുന്നത്. ആദത്തിന്റെ തുടർച്ചയായിട്ടുള്ളതല്ല. ആ പാപത്തിൽ നിന്ന് മുക്തി കിട്ടാതെ ആർക്കും സ്വർഗപ്രവേശം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈശോ പാതാളത്തിൽ ഇറങ്ങി എന്ന് വിശ്വാസ പ്രമാണത്തിൽ ചെല്ലാൻ കാരണം. അവിടെയുള്ള എല്ലാവർക്കും ഈ രക്ഷ കൊടുത്തു. കാരണം ഈ ജന്മപാപം മൂലം രക്ഷപ്പെടാൻ കഴിയാതിരുന്നവരെല്ലാവരും രക്ഷിച്ചു. അപ്പം ഇനി യേശു വരുന്നത് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അവൻ പോയതുപോലെ വീണ്ടും വരും. വാനമേഘങ്ങളിൽ യേശു വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു. അതൊരു വിശ്വാസം. ഇതാണ് വിശ്വാസം. ഈ വിശ്വാസം നിരന്തരം എന്ന് പറയാൻ പറ്റില്ല, അനുസ്യൂതമായി ഇടമുറിയാതെ ആ കണക്ഷനിലായിരിക്കുക. ബി ഓൾവേസ് കണക്റ്റഡ്. സാർ, ഈ ഇപ്പോൾ സാറ് പറഞ്ഞ ഒരു തിയോളജി, ദൈവശാസ്ത്രമുണ്ട്, വിശ്വാസത്തിന്റെ ഒരു ആഴമായ ദൈവശാസ്ത്രമാണ് വളരെ ഷോർട്ടായിട്ട് പറഞ്ഞത്. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ അത് വിശ്വസിക്കാൻ പുതിയ തലമുറയ്ക്കും ചില പഴയ തലമുറയ്ക്ക് പ്രയാസമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം സാറിനെ പോലെ ഇത്രയും ഒരു വലിയൊരു ഈ രാജ്യത്തിന്റെ തന്നെ വലിയൊരു സ്ഥാനത്തിരുന്ന ഒരാൾ ഈ ഒരു വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ അതെങ്ങനെ സാധിക്കുന്നു? അത് കുറെ ആൾക്കാർ വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് വിശ്വസിക്കാൻ പ്രയാസം? ഞാൻ എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ ജനിച്ചതാണോ? അല്ല. എൻ്റെ അവകാശം കൊണ്ട് ഞാൻ ജനിച്ചതാണോ? അല്ല.
ഞാൻ എൻ്റെ അവകാശം കൊണ്ട് ഞാൻ ജീവിക്കുന്നതാണോ? അല്ല. അപ്പോൾ എനിക്ക് ജന്മം തരാൻ എൻ്റെ നല്ല ദൈവം കരുണ കാണിച്ചു എൻ്റെ മാതാപിതാക്കന്മാരിലൂടെ. അതുകൊണ്ട് ഞാൻ ജന്മം എടുത്തു. എത്രയോ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുണ്ട്, ഒത്തിരി ഉണ്ട്. അപ്പോൾ ദമ്പതികളായതുകൊണ്ടും ദാമ്പത്യ ധർമ്മം നിർവഹിച്ചുകൊണ്ട് മാത്രം കുഞ്ഞുങ്ങൾ ഉണ്ടാവണമെന്നല്ല, ദൈവത്തിൻ്റെ കരുണ കൂടെ അതിനകത്ത് കടാക്ഷമായിട്ടുണ്ടാവണം. അപ്പം ദൈവത്തിൽ നിന്നാണ് ഞാൻ ഉടലെടുത്ത് വന്നതെന്നും ദൈവം തിരുമനസ്സായതുകൊണ്ടാണ് ഞാൻ ജനിച്ചതെന്നും ദൈവം തിരുമനസ്സായതുകൊണ്ടാണ് ജീവിക്കുന്നതെന്നും ഉള്ളത്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ തിരുമനസ്സിനോട് എൻ്റെ മനസ്സിനെ ചേർത്ത് വെച്ച് ജീവിക്കാൻ സാധിക്കുന്ന ആ ഒരു ഉണ്ടാവണം. നമ്മൾക്ക് കുറച്ചുകൂടെയൊക്കെ നമുക്കൊരു ജന്മം കഴിഞ്ഞു, വളർന്നു, കുറച്ച് പഠിച്ചു, കുറച്ചൊരു സ്ഥാനത്തെത്തി അല്ലേ, ഭൗതികമായ തലത്തിൽ നോക്കുമ്പോൾ പിന്നെ നമുക്ക് തോന്നി ഇനിയിപ്പോൾ പിന്നെ ആരും ആവശ്യമില്ലാന്ന് തോന്നുന്നു. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. ദൈവത്തെ മറക്കുവോളം ഒരു തിരക്ക് ദൈവം ഒരു മനുഷ്യനും കൊടുത്തിട്ടില്ല. അതിൻ്റെ അർത്ഥം നീ ദൈവത്തെക്കായും ബിസിയായി എന്നുള്ളതാണ്. ദൈവത്തെക്കായും ബിസിയാവാൻ ദൈവം ആരെയും സൃഷ്ടിച്ചിട്ടില്ല. അത് രണ്ടാമത് ആവർത്തിക്കേണ്ട ഒരു സെന്റൻസ് സാറേ, ദൈവത്തെക്കാൾ കൂടുതൽ തിരക്കുള്ള ഒരു മനുഷ്യനെയും. കാരണം നമുക്ക് ഇന്ന് ആർക്കും സമയമില്ലാത്ത ദൈവത്തെ ഓർക്കാൻ മാത്രം സമയമില്ലാത്ത, ബാക്കി എല്ലാത്തിനും സമയം. അപ്പൊ വിശ്വാസത്തിന്റെ മേഖലയിലേക്ക് തിരിച്ചു വരാം. നമുക്ക് വിശ്വാസം എന്നുള്ളത് ഇപ്രകാരം എന്നെ സൃഷ്ടിച്ച് എന്നെ രക്ഷിച്ച് എന്നെ പരിപാലിച്ച് എന്നെ കാത്തിരിക്കുന്ന എൻ്റെ ദൈവത്തോട് ചേർന്ന് നിന്നുള്ള ജീവിതമാണ് അനുസ്യൂതമായിട്ടുണ്ടാകും. സാർ, ഈ അനുസ്യൂതം എന്ന് പറയുന്ന വാക്ക് പറയുമ്പോൾ എനിക്ക് തോന്നണത് ചില സമയങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട്, ഈ എത്ര വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു, ഉദാഹരണത്തിന് ഒരു വീട് വെക്കാൻ, അല്ലെങ്കിൽ മോളുടെ കല്യാണം നടക്കാൻ, രോഗം മാറാൻ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു തെറ്റും ഞങ്ങളുടെ അറിവിൽ ചെയ്യുന്നില്ല, എല്ലാവരും സഹായിക്കുന്നുണ്ട്, സഭയോട് ചേർന്നാണ് നിൽക്കുന്നത്, എന്നിട്ടും ഇത് നടക്കുന്നില്ല. ഇനി ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് പറയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അങ്ങനെ പറയുന്ന മനുഷ്യരോട് എന്താണ് സാറിന് പറയാനുള്ളത്? നാം ആഗ്രഹിക്കുന്ന സമയത്ത് ആഗ്രഹിക്കുന്ന വിധത്തിൽ സാധിച്ചു തരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ഒരു ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പം അവിടുത്തെ തിരുമനസ് നിറവേറണമെന്നാണോ അതോ എൻ്റെ മനസ്സ് നിന്റെ മനസ്സാവണമെന്നാണോ പ്രാർത്ഥന? നമ്മുടെ പ്രാർത്ഥന മുഴുവൻ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ നീ തിരുമനസ്സാണ്. പക്ഷെ യഥാർത്ഥത്തിൽ കർത്താവ് യേശു പിതാവിനോട് പ്രാർത്ഥിച്ചത് എന്താ? അവിടുത്തെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലാവണമെന്നാണ്. അവിടുത്തെ തിരുമനസ് സ്വർഗത്തിലെ പോലെ, സ്വർഗത്തിലുള്ള അങ്ങയുടെ തിരുമനസ് ഇവിടെ വരണമെന്നാണ്. നമ്മുടെ പ്രാർത്ഥന എന്താ? ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത് സാധിച്ചു തരും. അപ്പം എൻ്റെ ആഗ്രഹം പോലെ ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ ആഗ്രഹിക്കുന്ന അളവിൽ തരുന്ന ഒരാളെ മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ. ഞാനൊക്കെ കൊച്ചുകുട്ടികളായിരുന്നല്ലോ. നമ്മൾ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ തീ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം അല്ലേ, നല്ല നിറം, നല്ലത്, നമുക്ക് എല്ലാം പിടുത്തമുണ്ട്. നമ്മൾ ചെന്ന് തൊടാൻ പോകുന്നു, കാരണം നമുക്ക് വലിയ അട്രാക്ഷൻ നമ്മളത് തൊടാൻ പോവാണ്. അപ്പം എൻ്റെ അപ്പൻ എന്തറിയാം, പൊള്ളുമെന്നറിയാം. അപ്പനെന്ത് ചെയ്യും? തുടർന്ന് പിടിച്ചു മാറ്റും. ഈ പിടിച്ചു മാറ്റുന്ന അപ്പനാണ് സ്നേഹമുള്ള അപ്പൻ. നേരെ മറിച്ച് എന്നാൽ പോയി തൊട്ടിട്ട് വരട്ടെ അപ്പം കാണാം എന്ന് കരുതുന്നത് സ്നേഹമുള്ള അപ്പനല്ല. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ അപ്പനാരാ? എന്നെ കരുതുന്ന, എൻ്റെ കാവലും എൻ്റെ കോട്ടയും എൻ്റെ കൂട്ടുമായിട്ടുള്ള എൻ്റെ ദൈവമാണ്. എൻ്റെ കാവലും എൻ്റെ കോട്ടയും എൻ്റെ കൂട്ടുമായിട്ടുള്ള ദൈവമാണെന്നുണ്ടെങ്കിൽ, ആ ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നതുണ്ടെങ്കിൽ, എനിക്ക് നന്മയ്ക്കായിട്ടുള്ളത് എന്താണ് എന്ന് എന്നെക്കായി നന്നായി അറിയുന്ന എൻ്റെ നല്ല ദൈവം എൻ്റെ നന്മയ്ക്കായിട്ടുള്ളത് മാത്രമേ എനിക്ക് അനുവദിക്കുകയുള്ളൂ എന്നും, അനുവദിക്കുന്നത് എന്തും എൻ്റെ നന്മയ്ക്കായിട്ടുള്ളതാണെന്നും, ഞാൻ തിരഞ്ഞെടുക്കുന്നത് വഴി തെറ്റിയതുകൊണ്ടാണ് തിന്മയ്ക്കായിട്ട് ഭവിക്കുന്നത് എന്നും തിരിച്ചറിയാൻ കഴിയുന്നതാണ് വിശ്വാസത്തിൻ്റെ യഥാർത്ഥ തലം എന്ന് പറയുന്നത്. അപ്പം പ്രാർത്ഥിക്കുന്നത് കിട്ടാതിരിക്കുന്നതുകൊണ്ട് ആ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ള അർത്ഥമില്ല. അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കും, പ്രാർത്ഥിക്കുന്നത് കിട്ടുന്ന ദൈവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അത് വിശ്വാസമല്ല. അത് നമുക്ക് ഭൗതികമായ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ടുള്ള ഒരു 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 കുടുക്ക് യന്ത്രമാണ്, ഒരു മായ, ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അവരാണ് പിന്നെ ഈ കുടുക്ക് വഴികൾ തേടി പോകുന്നവർ, ചരട് കെട്ടാനും അത് ചെയ്യാനും. കാരണം അവർക്ക് ഭൗതിക ആവശ്യങ്ങൾ നടക്കണം. ഭൗതിക ആവശ്യങ്ങൾ ചോദിച്ചിട്ട് കിട്ടുന്നില്ല. ചോദിച്ചിട്ട് തരാത്ത എന്തുകൊണ്ടാണ്? ഈ തരുന്ന എൻ്റെ കാവലും എൻ്റെ കോട്ടയും എൻ്റെ കൂട്ടുമായിട്ട് ദൈവത്തിനറിയാം നീ ചോദിക്കുന്നത് നിനക്ക് ഇപ്പം തന്നാൽ നിനക്കത് ഗുണത്തിന് ഭവിക്കില്ല.
അതുകൊണ്ട് നിനക്ക് ഗുണത്തിന് ഭവിക്കുന്ന സമയത്ത്, ഗുണത്തിന് ഭവിക്കുന്ന അളവിൽ നിന്റെ ആവശ്യത്തിനുള്ളത് ഞാൻ തരും. നിനക്ക് ഞാൻ തന്നിട്ടില്ലേ? എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടാത്തതായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ പോലും കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഇല്ല. നമ്മൾ ആരും കണ്ടിട്ടില്ല. എന്തെങ്കിലും ഒരു മനുഷ്യന്, എത്രമാത്രം വിഷമിച്ചിട്ടുള്ള സങ്കടപ്പെട്ടുള്ള മനുഷ്യനും എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടില്ലെന്ന് വെച്ച് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അനുഗ്രഹങ്ങൾ തന്നതാരായിരുന്നു? ദൈവം തന്നെ. അപ്പൊ ആ ദൈവം നല്ലതായിരുന്നു. അനുഗ്രഹങ്ങൾ തന്നപ്പോൾ ദൈവം നന്നതായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ മക്കളോടും എല്ലാവരോടും സൂചിപ്പിക്കാറുള്ളത്, മക്കളെ, ദൈവത്തെ അനുഭവിക്കാതെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവില്ല. അപ്പൊ അനുഭവിക്കുന്ന ദൈവം ഏതാ? എൻ്റെ കാവലും എൻ്റെ കോട്ടയും എൻ്റെ കൂട്ടുമായിട്ട ദൈവം. എനിക്ക് എന്താണ് നല്ലത് എന്ന് എന്നേക്കായി നന്നായി അറിയുന്ന എൻ്റെ ദൈവം എനിക്ക് ആവശ്യമുള്ള സമയത്ത് എൻ്റെ നന്മയ്ക്ക് ഉപകരിക്കുമെന്ന് ദൈവത്തിൻ്റെ തിരുമനസ്സാകുന്ന സമയത്ത് തരും. അതെന്നെ ഉറപ്പാണ്. ഹി നോസ് വാട്ട് ടു ഗിവ്, വെൻ ടു ഗിവ്, ഹൗ ടു ഗിവ്. ആ ദൈവത്തിലാണ് എൻ്റെ വിശ്വാസം. അത് ചേർന്ന് തന്നാൽ മാത്രം മതി. അപ്പൊ കിട്ടാത്തത് കൊണ്ട് ഇനി പ്രാർത്ഥിച്ചിട്ട് എന്താ പ്രയോജനം എന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥമില്ല. കാരണം അത് ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം എൻ്റെ ദൈവം ഞാൻ ചോദിക്കുന്നത് തരുന്നത് ഒരു വെൻഡിങ് മെഷീൻ അല്ല. ദൈവം ഇട്ടിട്ട് ഇങ്ങോട്ട് മേടിച്ചുകൊണ്ടിരിക്കുന്നു. സാർ, ഒരു പരിധി വരെ, എല്ലാവരും അല്ലെങ്കിലും ഒരു പരിധി വരെ നമ്മളുടെ ധ്യാനങ്ങളിലാണെങ്കിൽ പോലും നിങ്ങൾ വിശ്വാസത്തോടെ ചോദിക്ക്, നിങ്ങൾക്ക് ലഭിക്കും. അപ്പം അങ്ങനെ സാധാരണക്കാരായ മനുഷ്യരുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടെന്ന് തോന്നണം. അതുകൊണ്ട് അവർ ഇങ്ങനെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പോകുന്നതാണ്. സത്യത്തിൽ സാറിപ്പോൾ പറയുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ ആഴം എന്ന് പറയണത് നമ്മൾ ചോദിക്കുന്നതെല്ലാം കിട്ടുന്നതല്ല, അല്ലേ? ഭൗതികമായ കാര്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. ഈശോ ഒരു നല്ലൊരു ഉദാഹരണം പറയുന്നുണ്ട്. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യനെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപനെ കുറിച്ചാണ് പറയുന്നത്. അവൻ ദൈവത്തെ ഭയപ്പെടുന്നുമില്ല, മനുഷ്യനെ മാനിക്കുന്നുമില്ല. രണ്ടും നെഗറ്റീവാണ് പറയുന്നത്. ഒന്നുകിൽ സാധാരണ ഒരു ഡിപ്ലോമസിയുള്ള മനുഷ്യനെ മാനിക്കുന്നവനായിരിക്കും, അല്ലെങ്കിൽ ദൈവത്തെ ഭയപ്പെടുന്നവനായിരിക്കും. ഇത് രണ്ട് ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു ന്യായാധിപനെ ഉദ്ധരിച്ചുകൊണ്ടാവുന്നത്. മനുഷ്യനെ മാനിക്കാത്ത, ദൈവത്തെ ഭയപ്പെടാത്ത, മനുഷ്യനെ മാനിക്കാത്ത ഒരു ന്യായാധിപനുണ്ടായിരുന്നു. ഈ ന്യായാധിപന്റെ അടുത്ത് വന്നിട്ട് ഒരു സ്ത്രീ ശല്യം ചെയ്യുന്നു. അപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ സ്ത്രീയുടെ സ്വരം കേട്ടാൻ, മനുഷ്യനെ മാനിക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും ഈ സ്വരം എന്താണെന്ന് ശ്രമിച്ചാൽ. ഇത് രണ്ടും ഇല്ലാത്ത ആളായതുകൊണ്ട് ശ്രമിക്കുന്നേ ഇല്ല. ഈ ഡസൻ മൈൻഡ്, ജസ്റ്റ് ഡസൻ ബോധർ ചെയ്യുന്നില്ല. എന്നിരുന്ന പോലും നിരന്തരമായി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ശല്യം ഒഴിവാക്കാൻ വേണ്ടിയെങ്കിലും ഞാനത് സാധിച്ചു കൊടുക്കും. അങ്ങനെയാണെങ്കിൽ എന്നെ നിരന്തരം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് എത്രയധികമായി ഞാൻ പരിശുദ്ധാത്മാവിനെ നൽകില്ല എന്നാ പറയുന്നത്. എന്താ പരിശുദ്ധാത്മാവിനെ നൽകാൻ കാരണം? നീ ചോദിക്കുന്നത് നിന്റെ ഗുണത്തിനാണോ അല്ലയോ എന്ന് നിനക്ക് തിരിച്ചറിവ് തരുന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ തരും. അപ്പോഴാണ് നമുക്ക് വിവേകം ഉണ്ടാവുന്നത്. അപ്പോഴാണ് നമുക്ക് തിരിച്ചറിവുണ്ടാകുന്നത്. അപ്പോഴാണ് നമുക്ക് എന്താണ് എൻ്റെ നന്മയ്ക്ക് ആവശ്യമുള്ളത് എന്ന് ഒരു തിരിച്ചറിവ് ലഭിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് നിരന്തരമായി വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ചോദിക്കുന്ന എല്ലാം കൊടുക്കുന്ന കർത്താവ് പറഞ്ഞില്ല, എത്ര അധികമായി പരിശുദ്ധാത്മാവാണ് നൽകുന്നതാണ്. കാരണം ഈ പരിശുദ്ധാത്മാവാണ് എനിക്കിത് വെളിപ്പെടുത്തി തരുന്നത്. സാറേ, ചിലരിങ്ങനെ പറയാറുണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ വലിയ വിശ്വാസം, എനിക്കൊന്നും അത്രയും വിശ്വാസമില്ല. അപ്പോൾ വിശ്വാസത്തിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടാവുമോ? അല്ലെങ്കിൽ വിശ്വാസം എല്ലാവരിലും ഒരേപോലെയാണോ? വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഈശോ താലന്തുകളുടെ ഉപമ പറഞ്ഞിട്ടില്ലേ? 1 താലന്ത് കൊടുത്തു, 5 കൊടുത്തു, 10 കൊടുത്തു. ഇത് എല്ലാവർക്കും കൊടുത്തത് താലന്ത് തന്നെയാണ്. പക്ഷെ താലന്തുകൾ വർദ്ധിപ്പിക്കണം. നമ്മളാ വർദ്ധിപ്പിക്കേണ്ടത് ആ താലന്തുകൾ. കാരണം എനിക്ക് വിശ്വാസം എന്നിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ബോണിയിൽ നമ്മളെല്ലാവരിലും ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. കാരണം സൃഷ്ടിച്ച ദൈവത്തിന്റെ, സൃഷ്ടാവായ ദൈവത്തിന്റെ സ്നേഹം നമ്മൾ നിക്ഷേപിച്ച് നമ്മൾ പറഞ്ഞു വിടുന്ന അതാണ്. സഭയിലൂടെ നമ്മൾ പിന്നെ ദൈവത്തിന്റെ മക്കളും സ്വർഗത്തിന്റെ അവകാശികളുമാക്കുന്ന മാമോദിസായം സ്വീകരിക്കുന്നതോടുകൂടി അത് പൂർണ്ണമാക്കി സഭയിൽ തന്നെ നമ്മൾ ആക്കി തീർക്കുകയോട് ചെയ്യുകയാണ്. മാമോദിസ സ്വീകരിക്കുന്നതോടുകൂടി ജന്മഭാവത്തിൽ നിന്നും കർമ്മഭാവം ഉണ്ടെങ്കിൽ കർമ്മഭാവത്തിൽ നമ്മെ മോചിപ്പിച്ച് നമ്മുടെ ദൈവത്തിന്റെ മക്കളും സ്വർഗത്തിന്റെ അവകാശികളും ആക്കി തീർക്കുന്ന കുദാശയാണ് മാമോദിസ എന്ന കുദാശ. അപ്പൊ ആ കുദാശ സ്വീകരിക്കുന്നതോടുകൂടി നമ്മൾ ഈ ലോകത്ത് അതിന്റെ പൂർണ്ണതയിൽ നമ്മൾ എത്തുകയാണ്. വിശ്വാസത്തിന്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തുകയാണ്. പിന്നെ ആ വിശ്വാസം ഞാൻ നടന്നു പോകുന്ന വഴിയിൽ ചോർന്നു പോകാതെയും, ഞാൻ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ പിന്നെ മായം ചേർക്കാതെയും, ഞാൻ നേരിടുന്ന സംഭവങ്ങളിലും പ്രതിസന്ധികളിലും ഒന്നും മയപ്പെട്ടു പോകാതെയും ഒക്കെ കാത്തു സൂക്ഷിച്ച്, കാരണം അതാണ് ഏറ്റവും വലിയ നിധി. ആ വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് എനിക്ക് എന്ത് ആശ്വാസം ലഭിച്ചിട്ടും കാര്യമില്ല. അപ്പൊ ആശ്വാസം കിട്ടാനുള്ളതല്ല വിശ്വാസം, അന്തിമമായി ദൈവത്തിൽ ആശ്വസിക്കാനുള്ളതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ ദൈവത്തെ കാണാൻ കഴിയണം. ഇപ്പൊ മോണി ചോദിച്ച കൂട്ടത്തിൽ ഞാൻ പലപ്പോഴും
പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ചില ഒരു ഏക മകൻ അപകടത്തിൽ മരിക്കുന്നു, അല്ലെങ്കിൽ ഒരു വളരെ ചെറുപ്രായത്തിൽ തന്നെ യുവ ദമ്പതികൾ അപകടത്തിൽപ്പെട്ട് മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ജീവിത പങ്കാളി നഷ്ടപ്പെടുന്നു. അതെ. അപ്പോൾ അവരൊക്കെ ആലോചിക്കാറുണ്ട്, ഇങ്ങനെ അവർ ന്യായമായിട്ട് ജീവിക്കുന്നവരാണ്, വലിയ തെറ്റൊന്നും ചെയ്യാത്തവരാണ്, ഒരു കുഴപ്പമുണ്ടാക്കാത്തവരാണ്, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഇതെന്തൊരു ദൈവമാണ്! ഈ ദൈവത്തോട് ഇനി ചേർന്ന് നിന്നിട്ട് എന്ത് കിട്ടാനും? കാരണം ഇത്രമാത്രം എന്നോട് ക്രൂരത കാട്ടിയ ഒരു ദൈവം. അതെ അതെ. ഇതിന് മാനുഷികമായ തലത്തിൽ ഉത്തരം കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്, ഒരു സംശയമില്ല. രണ്ട് തരത്തിലാണ് ഞാൻ അതിനെ കാണുക. എനിക്ക് ഈ ജീവിതത്തിൽ ദൈവമാണ് എന്നെ പരിപാലിക്കുന്നതെന്നും അത് ഏത് വിധത്തിൽ പരിപാലിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ദൈവത്തിനുള്ളതാണ്, സൃഷ്ടാവിനുള്ളതാണ്. ഞാൻ ബോണിക്കൊരു സമ്മാനം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്ത് സമ്മാനമാണ് തരേണ്ടത്, എന്താണ് തരേണ്ടത്, എന്തുമാത്രമാണ് തരേണ്ടത് എന്ന് ദാതാവ് തീരുമാനിക്കുന്നതാണ്. അതെ അതെ. ദൈവം തരുന്നതെല്ലാം ദൈവം തരുന്ന സമ്മാനങ്ങൾ തന്നെയാണ്. ഹി ഓൺലി ഗിവ്സ് ഗിഫ്റ്റ്സ്. നമ്മൾ അതിനെ കാണുന്നതിൻ്റെ കാഴ്ചപ്പാടിൻ്റെ പ്രത്യേകത കൊണ്ടാണ് അത് കഷ്ടപ്പാടായിട്ട് മാറുന്നതോ അല്ലെങ്കിൽ ദുരിതമായിട്ട് മാറുന്നതോ ദുരന്തമായിട്ടോ മാറുന്നത്. ദൈവത്തിന് ഇതിനകത്തൊരു പദ്ധതിയുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന അത്ര ഒരു ഡീപ്പ് വിശ്വാസത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവന്നാൽ മാത്രമേ ആ ഒരു സാഹചര്യത്തെ നേരിടാൻ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ട് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിനെ അറിയാവുള്ളൂ. കാരണം ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. കാരണം ഇതെനിക്ക് ദൈവം തന്ന മകനാണ്, ദൈവത്തിന് ആവശ്യമുള്ളപ്പോൾ എടുത്തു. എനിക്ക് ദൈവം തന്ന ജീവിത പങ്കാളിയാണ്, ദൈവത്തിന് ആവശ്യമുള്ളപ്പോൾ എടുത്തു. അല്ലെങ്കിൽ ദൈവം ആവശ്യമുള്ളൂ, ദൈവം മനസ്സായപ്പോൾ എടുത്തു. ദൈവം ഇത്രയാണ് നിശ്ചയിച്ചിട്ടുള്ളൂ. ആയുസിൻ്റെ പുസ്തകത്തിൽ ഇത്രയാണ് പേരുള്ളൂ. ആയുസിൻ്റെ പുസ്തകത്തിൽ ഇത്രയേ ദമ്പതികൾക്ക് പേരുള്ളൂ. അപ്പോൾ ആയുസിൻ്റെ പുസ്തകത്തിൽ ദൈവം തിരുമനസ്സായ സമയത്ത് ദൈവം എടുത്തു. ഞാൻ കുറച്ച് നാൾ കൊണ്ട് ജീവിച്ചിരുന്നിട്ട് എനിക്ക് എന്ത് കിട്ടുമെന്ന് ആർക്കറിയാം. ഈ മക്കൾ കുറച്ച് നാൾ ജീവിച്ചിരുന്നെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുമായിരുന്നു എന്നുള്ളത് നമുക്കറിയത്തില്ല. അപ്പൊ ആ ഒരു ദയനീയമായ രംഗങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ദൈവം ആ സമയത്ത് ഒഴിവാക്കിയതാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് പറയും? അത് മുൻകൂട്ടി കാണാൻ കഴിയുന്ന വ്യക്തി എന്ത് പറയും? നന്നായി, ദൈവത്തിന് സ്തുതി എന്ന് പറയും. തിരിച്ചറിയണം. അപ്പൊ എല്ലാത്തിലും ദൈവത്തിന്റെ ഒരു കരം കാണാൻ കഴിയണം. അത് അത്ര ഒരു ഡീപ്പ് വിശ്വാസമുള്ളവർക്ക് അത് സാധിക്കുള്ളൂ. മാനുഷികമായിട്ട് അത് ബുദ്ധിമുട്ട്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വിണ്ണിലിരുന്നുറങ്ങുന്ന ദൈവമോ എന്ന് വെച്ചിട്ട് ഒരു പാട്ട് പാടുന്നില്ലേ? അന്ധനാരാന്നുള്ളത് കവി പാടുന്നതാണ്. മണ്ണിലെഴുതുന്ന മനുഷ്യനാരാണ് അന്തൻ? കാരണം ഇത്രയേറെ ദുരന്തങ്ങളും പ്രശ്നങ്ങളും കാണും ദൈവം കിടന്ന് ഉറങ്ങാണെന്ന് ചോദിക്കുന്ന ഒരു കവിയുടെ ഒരു പാട്ടുണ്ട്. ജോബ് ഇത്തരം സന്ദർഭങ്ങളിലൂടെ കടന്നു പോയി കഴിഞ്ഞിട്ട് ജോബ് സഹി കെട്ടിട്ട് ദൈവത്തോട് ഒരു 10-16 ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്തുകൊണ്ട്? ഈ ചോദ്യങ്ങൾക്കൊന്നും പിതാവായ ദൈവം ഉത്തരം കൊടുക്കുന്നില്ല. ദൈവം ഒരു 10-20 മറുചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ജോബിനോട്. അതെ, മറുചോദ്യങ്ങളാണ്. കാറ്റ് എവിടെ നിന്ന് വരുന്നു നിനക്കറിയാവോ? ഈ കാറ്റ് എവിടേക്ക് പോകും നിനക്കറിയാവോ? അപ്പൊ ഓരോന്നിനെയും നിനക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങളും നിന്റെ ജീവിതത്തിലുണ്ട്. നിന്റെ ജീവിത രഹസ്യങ്ങളാണ്. നിന്റെ ജീവിതത്തെക്കുറിച്ച് രഹസ്യങ്ങൾ അറിയുന്നത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. നിന്റെ ജീവിതത്തിന്റെ രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവിന് മാത്രമേ ഇതിന്റെ ഉത്തരവുള്ളൂ. നീ ആ ഉത്തരത്തിന് വേണ്ടിയിട്ട് ദൈവത്തോട് ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. നീ ദൈവത്തിന് വേണ്ടി സമയത്തിന്റെ തികവിൽ ദൈവം തിരുമനസ്സാകുന്നെങ്കിൽ നിനക്ക് അതിന് ഉത്തരം കിട്ടും. അപ്പം ഈ രണ്ട് തലത്തിലെ ഈ സംഭവത്തേക്ക് നമുക്ക് നോക്കി കാണാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തോട് ചോദ്യം ചോദിക്കാൻ ഭാഗത്ത് ഞാൻ ആരാണ്, എന്തുകൊണ്ട് എന്നുള്ളത് ചോദിക്കാൻ ഞാൻ ആരാ, ദൈവത്തെ ചോദ്യം ചെയ്യാൻ ഞാൻ ആരാ, ദൈവത്തോട് ചോദ്യം ചോദിക്കാൻ ഞാൻ ആരാ? ഞാൻ വളർന്നിട്ടില്ല. നമ്മൾ കോടതിയിൽ പോലും സാധാരണ വക്കീൽമാരുടെ കാര്യം ചോദിച്ചപ്പോൾ വക്കീൽമാർ ഇങ്ങോട്ട് ചോദ്യം ചോദിച്ചപ്പോൾ ഞങ്ങൾ കോടതിയിൽ നിന്ന് ജഡ്ജിമാർ പറയും, ഡോണ്ട് ആസ്ക് ക്വസ്റ്റ്യൻസ് ടു കോർട്ട്. കോർട്ട് ഈസ് നോട്ട് ഹിയർ ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള സ്ഥലമല്ല കോടതി. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാനുള്ളതും അല്ല കോടതി. അത് നിങ്ങൾ വേറെ ആരെങ്കിലും ചോദിച്ചാൽ മതി. ഇവിടെ നിങ്ങൾ കോടതിയിൽ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഞങ്ങൾ സാധാരണ ജഡ്ജിമാർ പറയാറുണ്ട്, കോടതിയോട് ചോദ്യം ചോദിക്കാൻ വക്കീൽമാർക്ക് അനുവാദമില്ല എന്ന് പറയുന്ന മാതിരി ദൈവത്തോട് ചോദ്യം ചോദിക്കാനോ ദൈവത്തെ ചോദ്യം ചെയ്യാനോ നമ്മൾ ആരും വളർന്നിട്ടില്ല, സാധിക്കുകയുമില്ല. അത് ദൈവത്തിന് തന്നെ വിട്ടുകൊടുത്തേ മതിയാവും. ഈ രണ്ട് തലത്തിൽ മാത്രമേ ഈ സംഭവങ്ങളെ ദുരന്തമുഖത്ത് നിൽക്കുന്ന സംഭവങ്ങളെ നമുക്ക് നോക്കി കാണാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമത് ഒന്നുള്ളത് ചില അപകടങ്ങളിൽ മനുഷ്യന്റെ അശ്രദ്ധ കൊണ്ട് നാം വിളിച്ചു വരുത്തുന്ന
അപകടങ്ങളുണ്ട്, ദുരന്തങ്ങളുണ്ട്. നാം വിളിച്ചു വരുത്തുന്ന ദുരന്തങ്ങൾക്ക് ദൈവത്തെ പഴിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ കയ്യിലിരിപ്പുകൊണ്ട് സംഭവിച്ചതാണ്. നമ്മുടെ കയ്യിലിരിപ്പുകൊണ്ട് നാം വരുത്തി വെച്ച ദുരന്തങ്ങളുണ്ട്. ആ ദുരന്തങ്ങൾക്ക് ദൈവത്തെ പഴിച്ചിട്ട് കാര്യമില്ല. ദൈവത്തെ പഴിക്കാനും പാടില്ല. ദൈവം നിസ്സഹായനാണ് ആ അർത്ഥത്തിൽ, ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം മനുഷ്യന് കൊടുത്ത സ്വാതന്ത്ര്യം അവൻ ദുരുപയോഗിച്ചത് വഴിയായിട്ട് അവൻ തന്നെ വിളിച്ചു വരുത്തിയ, സെൽഫ് ഇൻവൈറ്റഡ് ആൻഡ് സെൽഫ് ഇൻഫ്ലിക്റ്റഡ് എന്ന് പറയും, അവൻ വിളിച്ചു വരുത്തിയ വിനകളാണ്. സാർ, ഈ വിളിച്ചു വരുത്തിയ അപകടങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം പറയാമോ? ഒരു ഉദാഹരണം പറയാം. ഞാൻ സാധാരണ ഞാൻ വണ്ടി ഓടിച്ചിരുന്ന സമയത്തും പലരുടെയും വണ്ടികളിൽ ഞാൻ സെന്റ് ക്രിസ്റ്റഫറിന്റെ പടം കണ്ടിട്ടുണ്ട്. സെന്റ് ക്രിസ്റ്റഫറിന്റെ പടം ഒരു ലിഖിതത്തോടു കൂടിയാണ്, യാത്രക്കാരുടെ മധ്യസ്ഥനാണ് സെന്റ് ക്രിസ്റ്റഫർ. അപ്പൊ സെന്റ് ക്രിസ്റ്റഫറിന്റെ പടം വെച്ചിട്ട് ഒരു വണ്ടിയിൽ ഒരിക്കാൻ യാത്ര ചെയ്യണ്ടേ. അപ്പൊ ഈ വണ്ടിയുടെ സ്പീഡ് ഒരു 80 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തൊരു ലിഖിതം തെളിഞ്ഞു വന്നു. നൗ യു ആർ ഓൺ യുവർ ഓൺ. ഇനി നിന്റെ കയ്യിലാണ്. കാരണം 80 കിലോമീറ്റർ വരെയാണ് ഇവിടെ അനുവദിച്ചിട്ടുള്ള സ്പീഡ്. അത് ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്തു. 80 കൂടിയിട്ടുള്ള നിന്റെ കയ്യിലിരിപ്പാണ്. ഇനി നീ നോക്കിക്കോളാം, ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യില്ല എന്ന് പറയുന്ന മട്ടാണ് നമ്മുടെ കയ്യിലിരിപ്പ്. ദൈവം അനുവദിച്ചതും ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചത്തെ ഭൗതികമായി നിയന്ത്രിക്കുന്ന രാജ്യം നിർമ്മിച്ച നിയമങ്ങൾക്കും അനുസരിച്ച്, അപ്പോൾ ദൈവത്തെ മാനിക്കുകയും രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അതിനെ ലംഘിക്കുന്ന ആള്, ബോധപൂർവം ലംഘിക്കുന്ന ആള്, അവനവൻ തന്നെ ക്ഷണിച്ചു വരുത്തുന്ന അപകടങ്ങളാണ്. ഇപ്പം മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നു, പാടില്ലാത്തതാണ്. എന്നിട്ട് അപകടം ഉണ്ടായിട്ട് എന്നാലും ഇത് സംഭവിച്ചല്ലോ, അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ശ്രദ്ധിക്കാതെ അശ്രദ്ധമായിട്ട് വണ്ടി ഓടിക്കുന്നു, എന്നിട്ട് ഇത് സംഭവിച്ചല്ലോ, കാര്യമില്ല. നമ്മളോട് പിന്നെ വളവ് നോക്കണം അല്ലേ? ആ വളവിലെല്ലാം നമുക്ക് നിയന്ത്രണം തന്നിട്ടുണ്ട്. വളവിലെ തിരിവ് സൂക്ഷിക്കുന്നതാണ് വളവ് തിരിവ്. അപ്പോൾ ആ വളവിൽ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യേണ്ട രീതിയാണ്. അതില്ലാതെ ആ വളവ് പോലും എടുത്തിട്ട്, ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഒരു പടം കണ്ടായിരുന്നു, വീഡിയോ കണ്ടായിരുന്നു. ഹൈദരാബാദിൽ ഒരു ഫ്ലൈ ഓവറിലൂടെ ഓടിച്ചു പോകുമ്പോൾ നേരെ കാർ താഴേക്ക് ആടി പോകുന്നു. കാരണം അവിടുത്തെ സ്പീഡ് നിയന്ത്രിച്ചിട്ടില്ല. ആ സ്പീഡ് നിയന്ത്രിച്ചാൽ മാത്രമേ കാറ് നെഗോഷിയേറ്റ് ചെയ്ത് പോകാൻ സാധിക്കുള്ളൂ. അവിടെ അത് നിയന്ത്രിക്കാതെ അശ്രദ്ധമായിട്ട് വണ്ടി ഓടിച്ചു. ഞാനൊരു വണ്ടിയുടെ ഒരു ഉദാഹരണം പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പലത് പ്രപഞ്ചത്തിൽ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പല അപകടങ്ങളെ സംബന്ധിച്ചും പല ദുരന്തങ്ങളെ സംബന്ധിച്ചും ഇതിൻ്റെ അകത്ത് മനുഷ്യൻ്റെ കയ്യിലിരിപ്പും മനുഷ്യൻ്റെ ദുർമോഹങ്ങളും മനുഷ്യൻ്റെ ദുരാഗ്രഹങ്ങളും മനുഷ്യൻ്റെ ആസക്തികളും മനുഷ്യൻ്റെ അശ്രദ്ധകളും എന്നൊക്കെ പലതും കാണാൻ കഴിയും. അതിന് നമ്മൾ ദൈവത്തെ പഴിച്ചാരത്. ദൈവം അനുവദിച്ചതല്ലാതെ ദൈവത്തെ ധിക്കരിച്ചുകൊണ്ടും ദൈവത്തെ മറന്നുകൊണ്ടും ദൈവം അനുവദിച്ചതും ദൈവം സൃഷ്ടിച്ചതുമായിട്ടുള്ള പ്രപഞ്ചത്തിലെ ഭൗതിക സാഹചര്യങ്ങളുടെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടും മരിച്ചു വരുത്തിയതാണ്. അതുകൊണ്ടാണ് നിയമലംഘനം ഭാവം എന്ന് പറയാൻ കാരണം. നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ആ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ള അർത്ഥമില്ല. കാരണം അത് സീസറിൻ്റെത് സീസറിനാണ്, ദൈവത്തിൻ്റെത് ദൈവത്തിനാണ്. സാർ, അപ്പോൾ ഈ ഒരാൾ നിയമം ലംഘിക്കുമ്പോൾ അയാൾ തന്നെ ക്ഷണിച്ചു വരുന്നു. പക്ഷെ ആ നിയമലംഘനം കൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത ചില ആൾക്കാർ ബലിയാടുകളാകുന്നുണ്ട്. ഇപ്പോൾ റോഡിലാണെങ്കിലും മറ്റു പല കാര്യങ്ങളും. അപ്പം അങ്ങനെയുള്ളവരുടെ സ്ഥിതി, അവരുടെ മനോഭാവം എന്തായിരിക്കും? ഒരാൾ നിയമം ധരിച്ച് വണ്ടി ഓടിക്കുമ്പോൾ വെറുതെ വഴിയിലൂടെ പോയ ഒരാൾക്ക് ആക്സിഡൻ്റ് ആവുന്നു, ചിലപ്പോൾ അയാൾക്ക് മരണം സംഭവിക്കുന്നു. അതെങ്ങനെയാണ് സാർ? ഇതാണ് ഒരർത്ഥത്തിൽ പ്രകൃതി പോലും നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാഠം. ഞാൻ ശ്രദ്ധിച്ചാൽ പോലും എൻ്റെ സഹജീവിയായിട്ടുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിരപരാധിയായ ഞാൻ പോലും അതിൻ്റെ ഇരയായി തീരും എന്നുള്ള പാഠമാണ്. എന്തുകൊണ്ട് എനിക്കത് സംഭവിച്ചു എന്നുള്ളതല്ല, എന്നെ പോലെ എൻ്റെ കരുതലും കാവലും കയ്യിലിരുന്ന നീ ആ വണ്ടി ഓടിച്ച സമയത്ത് നടന്നു പോകുന്ന എന്നെക്കുറിച്ച് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ എനിക്കിത് സംഭവിക്കില്ലായിരുന്നു. ഞാൻ നിരപരാധിയാണ്, ഞാൻ വഴിയുടെ ഓരം ചേർന്ന് പോയതാണ്. പക്ഷെ നിന്റെ അശ്രദ്ധ കൊണ്ടാണ് വന്ന് എന്നെ ഇടിച്ചതും എൻ്റെ ജീവൻ എടുത്തു കളഞ്ഞു തന്നത്. അപ്പം അതും ഒരു പാഠമാണ്. ഇതിൻ്റെ അകത്ത് നിനക്ക് മാത്രമല്ല നിരപരാധികൾക്കും നിന്റെ അശ്രദ്ധ കൊണ്ട് നിരപരാധികൾക്കും ദുരന്തം സംഭവിക്കും എന്നുള്ളൊരു പാഠം കൂടിയാണ് അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അത് നമ്മുടെ ഈ നിരപരാധിയുടെ കുറ്റം കൊണ്ടല്ല, പക്ഷെ അവരുടെ കുറ്റത്തിനും ബലിയാടാവാൻ ഒരുപക്ഷെ നിരപരാധികളും ഉണ്ടായേക്കാം. പക്ഷെ അപ്പൊ ദൈവം എന്തിനത് അനുവദിച്ചു എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ടല്ലോ. അത് ദൈവം അനുവദിച്ചതല്ലോ, അത് എൻ്റെ സഹോദരന്റെ നിയമലംഘനം കൊണ്ട് സംഭവിച്ചതാണ്. ദൈവത്തെ ധിക്കരിച്ച ഒരു വ്യക്തിയുടെ നടപടി മൂലം ഉണ്ടായ ഒരു ദുരന്തമാണ്.
സാർ ഇപ്പം സാറ് 3 തലങ്ങൾ പറഞ്ഞായിരുന്നു. ഒന്ന്, നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുരന്തങ്ങളെ ഓർത്തിട്ട് ദൈവത്തെ പഴി പറയുക. രണ്ടാമത് ജോബിനെ പോലെ ജോബ് ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും അതെല്ലാം സഹിച്ച് അതെല്ലാം സ്വീകരിച്ചു. സ്വീകരിക്കല്ല, ദൈവം മറുചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ജോബിന് ഉത്തരവില്ല. അങ്ങനെ അങ്ങനെയുള്ള ഉത്തരങ്ങൾ നമുക്കില്ല. ഇത് എന്തുകൊണ്ട് എന്നുള്ളത് നമുക്ക് ഉത്തരവില്ല. അപ്പൊ ഉത്തരങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ദൈവിക രഹസ്യങ്ങളെ നമ്മൾ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കരുതെന്ന് പറയുന്നത് എൻ്റെ അർത്ഥം. ദൈവിക രഹസ്യങ്ങളാണ് ത്രിത്വത്തിന്റെ രഹസ്യം. എന്തെല്ലാം രഹസ്യങ്ങളുണ്ട്. അത് രഹസ്യമാണെന്നുണ്ടെങ്കിൽ ആ രഹസ്യം അതിന്റെ സിട്ടാവിന് മാത്രമുള്ളതാണ് ആ രഹസ്യം. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. മാനുഷികമായ തലത്തിലോ മാനുഷികമായ ബുദ്ധി കൊണ്ടോ പറ്റില്ല. അങ്ങനെ പിന്നെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമെന്നുള്ളതാണ് പിശാച് ആദ്യത്തെ ആളെ പ്രലോഭിപ്പിച്ചത്. അത് പറിച്ച് തിന്നാ മതി, നിനക്കും അതുപോലെ തന്നെ ആവാം എന്ന് പറഞ്ഞത്. ഈ രഹസ്യങ്ങൾ നിനക്കും അറിയാൻ പറ്റും, രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ നിനക്ക് പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് വ്യാമോഹിപ്പിച്ചതാണ് ആദ്യത്തെ പാപം. അപ്പം ദൈവത്തിന്റെ മനസ്സറിയാൻ ശ്രമിക്കുന്ന തലത്തോളം ദൈവത്തെ ചോദ്യം ചെയ്തുകൊണ്ടും ദൈവത്തെ ധിക്കരിക്കാൻ, ദൈവത്തോട് ചോദ്യം ചോദിക്കാനും മാത്രം മനുഷ്യൻ വളർന്നിട്ടില്ല എന്ന് മാത്രം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് വിട്ടുകൊടുക്കുക. അതുകൊണ്ട് പിന്നെ ജോബിന് ദൈവം തന്നു. ഈ ഉത്തരങ്ങൾക്ക്, ഈ മറുചോദ്യങ്ങൾ കേട്ടതിന് ശേഷമാണ് ജോബ് ഒന്ന് അടങ്ങി. ജോബ് ഒന്ന് അടങ്ങിയിട്ട് ജോബ് സ്വസ്ഥമായി. ജോബ് സ്വസ്ഥമായിട്ട് ജോബ് അവസാനം പറഞ്ഞു, ദൈവം നീ തന്നു, നീ എടുത്തു, നിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞത്. സാർ, ഇപ്പോൾ വിശ്വാസവും വിശുദ്ധ ജീവിതവും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് സാറ് അല്ലേ? ഒരാൾ വിശ്വസിക്കുമ്പോൾ അയാളുടെ ജീവിതം വിശുദ്ധിയുടെ വഴിയിലേക്ക് വരുന്നു. വിശുദ്ധിയുടെ വഴിയിലേക്ക് വരുമ്പോൾ ആ ദൈവിക സത്യങ്ങൾ വെളിപ്പെട്ടിരുന്നു. സാർ ആദ്യം പറഞ്ഞ പോലെ ദൈവം നമ്മെ സൃഷ്ടിച്ചു, കർത്താവ് ഈശോ മിശിഹാ നമ്മളെ രക്ഷിച്ചു, ഇന്നും പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു, നിത്യതയിലേക്ക് നമ്മളെ നയിക്കുന്നു. അതാണ് വിശ്വാസത്തിൻ്റെ ഒരു ആഴം. അതിനാണ് പരിശുദ്ധ അമ്മ സാറിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് സാറ് പറഞ്ഞത്. വിശ്വാസത്തിന്റെ തലമാണ്. കാരണം അമ്മയ്ക്ക്, അതുകൊണ്ടാണ് അമ്മ എപ്പോഴും കൂടെ നിന്നത്. എല്ലാവരും ഉപേക്ഷിച്ചു പോയിട്ട് അമ്മ മാത്രം മോനെ വിട്ടുപോയില്ല. കാരണം അമ്മയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അത് അനുസ്യൂതമായ വിശ്വാസം എന്ന് പറയുന്നത് കുരിശോളം. നമ്മള് ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, എപ്പോഴും കൂടെ നടക്കുന്ന ഒരേ ഒരാളെ ആ സിനിമയെ കാണിക്കുന്നുള്ളൂ, വിശ്വാസത്തിന്റെ തലമാണ്. ഇനിയും ഒത്തിരി ഉണ്ടായിരുന്നു. ഈ എപ്പിസോഡിന്റെ സമയം പൂർണ്ണമായി. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിശ്വാസത്തെ കുറിച്ച് സംസാരിക്കാം. സാറിന് ഒത്തിരി നന്ദി.